അവിടെ ഒക്കെ നമുക്ക് ഒരുപാട് വളണ്ടിയർമാരെ ആവശ്യമുണ്ട്. നമ്മുടെ ICF-ന്റെയും RSCയുടെയും പ്രവർത്തകന്മാർ ചേർന്ന് നല്ലൊരു വലയം അവിടെയുണ്ട്. ഇപ്പോ ഞാൻ ഇന്ന് നമ്മുടെ RSCന്റെ കുട്ടികളുണ്ട് അവിടെ പിന്നെ വളണ്ടിയർമാരായിട്ട് നിൽക്കുന്നത്. ഒരാൾക്ക് ഇപ്പൊ വഴി തെറ്റാൻ വയ്ക്കാം. അപ്പൊ അതിന് വില കണ്ടപ്പോൾ വഴി തെറ്റാൻ ഒരു ചാൻസ് വേണ്ടേ? എല്ലാ കടവിലും ഈ കുട്ടികൾ ഇങ്ങനെ അവിടെ കുപ്പായിട്ടിട്ട് അവര് ഇവിടെ കുപ്പായിട്ടിട്ട് മറ്റൊരു ഒരാൾക്ക് വഴി ഒരാളതിലാണ് പോകുമ്പോൾ ആചാര്യ അവിടെ എങ്ങോട്ടാ പോണത്? വഴി തെറ്റാനായി കണ്ടത്. അത്ര സജീവമായിട്ട് കുട്ടികൾ റെഡിയാണ്. അള്ളാഹുത്തല നമ്മളെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണം, റാഹത്ത് കൊടുക്കട്ടെ. അതൊക്കെ ഇപ്പൊ എന്താ നിങ്ങള് കുറച്ച് ആളുകളും കുറഞ്ഞ വളണ്ടിയർമാരും കുറഞ്ഞ ആജിമാരുമായിട്ടാണ് ഇന്നത്തെ മിഞ്ഞാന്ന് മുതൽക്ക് ആളുകൾ വരാൻ തുടങ്ങി. സുബ്ഹാന ജല്ല ജലാലു ഓരോരോ നാട്ടുകാരും വരുന്നത് കണ്ടപ്പോഴാണ് നമ്മളെ പെണ്ണുങ്ങൾക്കൊക്കെ തവാഫിന് പോകായിട്ട് വലിയ പൂതി. ഇപ്പൊ ഇന്നലെ രാത്രിക്കത്തുള്ള പൂതിയൊക്കെ കഴിക്കുന്നുണ്ട്. കാരണം ഈ രൂപത്തിൽ ഓരോരുത്തർ വരുന്ന ഓരോ നാട്ടുകാരും വരുന്നത് കണ്ടപ്പോ ഇനിയിപ്പോ പോയാൽ പറ്റൂല എന്ന് പുറത്തെത്തി തുടങ്ങി. ആ തിരക്കായി ഇന്ന് ജുമയ്ക്കൊക്കെ അഭൂതപൂർവമായ തിരക്കാണ് ഹറമിൽ അനുഭവപ്പെട്ടത്. പ്രിയപ്പെട്ടവർ, അപ്പൊ നമുക്ക് വളണ്ടിയർമാര് 13 ആള് പോരാ, 100 ആള് പോരാ, 1000 ആളുകൾ വളണ്ടിയർമാർ വേണം എന്ന് AP ഉസ്താദിന് ആഗ്രഹം ഉണ്ട്. ഉസ്താദിന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. അത് നമ്മളാണല്ലോ അത് സാധിപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലേ? സാധിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ്. പ്രവർത്തകരായി നിങ്ങളെ കണ്ടിട്ടല്ലേ ഓരോരോ സംഗതി നമ്മൾ ഏറ്റെടുത്തത്. ഞാനെന്നാലും എടവണ്ണ പോയി. എടവണ്ണ എന്ന് പറഞ്ഞാല് ഈ വിദഗ്ധത്തിന്റെ കേന്ദ്രം പോലെ ഇസ്രായേലാണ്. അവിടെ നമ്മളൊരു പള്ളി ഉണ്ടാക്കിയിട്ട് ആ പള്ളിയിൽ ഭക്ഷണം കൊടുക്കാനോ അവിടെ മൂലർക്ക് ചെലവ് കൊടുക്കാനോ ശമ്പളം കൊടുക്കാനോ നമ്മുടെ നാട്ടിലത്തെ മാതിരിയുള്ള മാറ്റ് മഹല്ലത്തെ മാതിരിയുള്ള ഒന്നുമില്ല. അവസാന കമ്മിറ്റിയിലും കൂടി അങ്ങേയറ്റത്തെ പ്രയാസപ്പെട്ട ഒരവസ്ഥയാണ്. ഞാൻ അവരോട് പോയിട്ട് പറഞ്ഞു, എല്ലാ മാസവും 10,000 ഉറുപ്പിക ഈ പള്ളിയുടെ നടത്തിപ്പിലേക്ക് ഞാൻ തരും. ഇപ്പൊ അത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ എപ്പോ കുടുങ്ങിയാൽ പള്ളിന്റെ കാര്യത്തിൽ ഇന്ന വിളിച്ചോളില്ല. ഏത് സമയത്ത് മുഗലാക്കാർക്ക് ശമ്പളമില്ല, കരണ്ടിന്റെ ബില്ലടക്കാൻ പൈസ ഇല്ല, ബാക്കിയുള്ളതില്ല, നിങ്ങൾ വിഷമിക്കണം, ഇന്നെ വിളിച്ചോളൂ. കാരണം അവർക്ക് നമ്മൾ ധൈര്യം കൊടുക്കണം. ഞാൻ ആ ധൈര്യം കൊടുത്തത് യഥാർത്ഥത്തിൽ നിങ്ങളെ കണ്ടത് അല്ല. നമ്മളെ ഒരു ബന്ധമുണ്ടല്ലോ. ഞാനൊരു സംഗതി ഏറ്റെടുത്താൽ നിങ്ങൾ എന്നെ വഷളാക്കൂല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ടാണ് ഞാനത് ഏറ്റെടുത്തത്. അള്ളാഹു ഖൈർ തരുമാറാവും. അപ്പൊ 10,000 എന്നെ കൊണ്ട് കൊടുക്കാൻ കഴിയൂലല്ലോ എന്ന് ഇതിൽ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും. എല്ലാവരും കൂടി കൂടാൻ പറ്റൂലേ? അല്ലേ? അപ്പൊ നിങ്ങളൊരു 100 തരും ഒരാൾ, മറ്റൊരു 100, മറ്റൊരു 100 തരും, 10 ആൾ 100 തരും, 10 ആൾ 50 തരും, 10 ആൾ 30 തരും. അങ്ങനെ എല്ലാവരും കൂടി തന്നതിന് എണ്ണി വെക്കുമ്പോൾ എത്ര ഉണ്ടാവും? ഈ ഒരു കൊല്ലം ഞാൻ ഏറ്റത് കൊടുക്കാണ്ടാവില്ല. അള്ളാഹു തോന്നിക്കേട്ടെ. നിങ്ങൾ ആമീനൊരു ഉഷാറ്. ഞാൻ ഓരോട് ഏറ്റും ചെയ്ത് നിങ്ങളിങ്ങനെ പോണെങ്കിൽ പോകാന്നുള്ള ആമീനും ആയാലേ ഞാൻ നടക്കുമല്ലോ. അപ്പൊ അള്ളാഹുത്തെ റാഹത്ത് തരും. എന്തൊരു മാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങൾ ഈ ചെയ്യുന്നതിനൊക്കെ ബർക്കത്ത് ഞങ്ങളെ ഭാര്യമാരിൽ നീ കാണിച്ചു തരണേ അല്ല. നിങ്ങളെ മക്കളെ സ്വരാഹിയത്തിൽ നീ കാണിച്ചു തരണേ അല്ല. അപ്പോ ഞാൻ കൊടുക്കണ ലിസ്റ്റ് എന്താ വെച്ചാൽ നമ്മുടെ വളണ്ടിയർമാരുടെ വളണ്ടിയർമാരോട് പറയട്ടെ, ഫോം കൊടുക്കല്. നമുക്ക് നമ്മൾ ഹജ്ജ് വേളയിൽ അവിടെ സേവനം ചെയ്യാൻ പറ്റാവുന്ന കുട്ടികളൊക്കെ ഓരോ ഫോം വാങ്ങിക്കോളി. എല്ലാവരും അത് ചിലപ്പോ ഒരു ദിവസം ഉണ്ടാവും, ചിലപ്പോ ഒരു മണിക്കൂർ ഉണ്ടാവും. നമ്മളെ ഒഴിവിലും രീതിക്കൊക്കെ അനുസരിച്ചാണ് ഹജ്ജിന്റെ സമയത്ത് അതിന് വേണ്ട ഒരു ഒത്താശകൾ ചെയ്യാൻ പറ്റാവുന്ന. അതിന് പ്രായവും പരിധിയും ബാക്കിയുള്ളതും ഒന്നുമില്ല. എല്ലാവർക്കും അത് ഏറ്റെടുക്കാം. കഴിയുന്നത്ര വളണ്ടിയർമാർ സാധിക്കുന്ന ആളുകളൊക്കെ ആ ഫോം വാങ്ങിയിട്ട് അത് പൂരിപ്പിച്ച് വളണ്ടിയർമാരുടെ സേവനത്തിന് മുന്നോട്ട് വരിക. ഹജ്ജ് വേളയിലുള്ള വളണ്ടിയർ സേവനം വളരെ വിലപ്പെട്ടതാണ്. ആ വഴി തെറ്റിയ ഹാജിയെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി കാണിച്ചു കൊടുക്കാനുള്ള നടത്തത്തിന് ഓരോ ചവിട്ടടിക്കും 1 ലക്ഷമാണ്. അത് ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ. ഇടത്തേക്കാൽ വെച്ചത് നരകത്തിൽ നിന്ന് ദൂരെയാക്കും, വലത്തേക്കാൽ വെച്ചത് സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. ആ സേവനത്തിന് ഒരുങ്ങാൻ അള്ളാഹുവേ ഭാഗ്യം നൽകണേ അല്ലാഹ്, ആഫിയത്ത് നൽകണേ അല്ലാഹ്. അത്തരം സേവനങ്ങളൊക്കെ ചെയ്യുന്നതിന്റെ ഫലമായി ഞങ്ങൾക്കെല്ലാം നീ ഖൈർ നൽകണേ അല്ലാഹ്. ഞാൻ പെട്ടെന്ന് ഒരിക്കൽ നമ്മുടെ മർക്കസിന്റെ ഹജ്ജിന്റെ ഇതിന്റെ ശരിപ്പെടുത്താൻ വേണ്ടി വന്നു. അപ്പോ ബാബുൽ ഉംറന്റെ അവിടെ ആ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ ഒരു മിസ്സിയോ അങ്ങനെ ഇങ്ങോട്ട് ഒരാൾ പ്രായമുള്ള ആൾ, അയാളെ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി വടി താഴെ സ്റ്റെപ്പിൽ വെച്ച് അയാളെ മുകൾ സ്റ്റെപ്പിൽ നിൽക്കുകയാണ്. ഈ വടി കുത്തിയിട്ട് കാല് പറിച്ച് താഴത്തെ സ്റ്റെപ്പിക്ക് വെക്കാൻ അയാൾക്ക് ധൈര്യം വരുന്നില്ല. അയാളിങ്ങനെ നിന്നിട്ട് വിഷമിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ താഴ്ന്ന ആ സ്റ്റെപ്പ് ഓടിക്കറി അയാളെ കൈ പിടിച്ച് താഴെ അങ്ങോട്ട് പിടിച്ചു. അയാൾ ആ സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അല്ലാഹു റഹം വാലിദൈ, നിന്റെ മാതാപിതാക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരൻ, എന്റെ ഉപ്പാന്റെ കബറിലെ ഉപ്പാന്ന് പുഞ്ചിരിച്ചിട്ടുണ്ടാവും. അത് ഹബീബായ റസൂലുള്ളാഹി നബി നമ്മളെ പഠിപ്പിച്ച കാര്യമാണ്.
അല്ലാഹു വാലിദൈക്കും അയാൾ നിന്റെ മാതാപിതാക്കൾക്കെന്ന് റഹ്മത്ത് ചെയ്യട്ടെ. എത്രയൊക്കെ നമ്മളിത് ചെയ്തത് അതാണ്. ആ ഒരു ദുആ കിട്ടുന്ന സേവനം ആണ് നമ്മുടെ ഈ വളണ്ടിയർ സേവനം. അതിന് കഴിയുന്ന ആളുകളൊക്കെ തയ്യാറാകണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മൾ ഈ ചെയ്യുന്നതിന്റെ ഫലം പടച്ചവനെ ഞങ്ങളെ മക്കളെ സ്വലാഹിയത്തിലൂടെ കാണിച്ചു തരണേ അല്ല. ഞങ്ങൾ മർക്കസിന്റെ ആള്, പിന്നെ SYSന്റെ ആള്, SSFന്റെ ആള്, AP ഉസ്താദിന്റെ ആള്, ICFന്റെ ആള്, RSCയുടെ ആള്, ഇങ്ങനെയൊക്കെ നമ്മള് നാളെ നമ്മളെ മക്കൾ മറ്റൊരു രൂപത്തിൽ പോയാൽ പ്രിയപ്പെട്ടവരെ ആ സങ്കടം ആരോട് പറയാനാണ്? പടച്ചവനെ നീ അത്തരം സങ്കടം നൽകല്ലേ അല്ലാ, വിഷമം നൽകല്ലേ അല്ലാ. വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് യോജിച്ച ഇണകൾ നൽകണേ അല്ല, ഇണകൾ എടുത്തതിൽ ബർക്കത്ത് നൽകണേ അല്ല, നിശ്ചയിച്ച കല്യാണങ്ങളൊക്കെ റാഹത്തായി നടത്താൻ നീ എല്ലാവിധ ശേഷിയും നൽകണേ അല്ല, എല്ലാവിധ ക്ഷേമുഷിയും നൽകണേ അല്ല, എല്ലാവിധ തൗഫീഖും നൽകണേ അല്ല. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് നമുക്ക് ദുആയിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട് ഞാൻ നാട്ടിൽ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞ് നിങ്ങളെ വേദനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മക്കളെ വേട്ടയാടി വഴിതെറ്റിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാർ നമ്മുടെ എല്ലാ മഹല്ലത്തുകളിലും കടന്നു കയറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. ബിദ്അത്തുകാരൻ ഒരു ഭാഗത്ത്, ലലാലിയത്തുകാരൻ മറ്റൊരു ഭാഗത്ത്, രണ്ടാൾ ഒരു ഭാഗത്ത് നമ്മുടെ കുട്ടികളെ ഒരു പക്ഷേ ബിദ്അത്തുകാരൻ പിടികൂടാണ് കുട്ടികളെ വളർന്നിങ്ങനെ വരുമ്പോഴേക്ക്. അതല്ലെങ്കിൽ ആര് പിടിക്കാണ്? മദ്യപാനിയും ബാക്കിയുള്ളവരും പിടിക്കാൻ. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തവരവസ്ഥയും കൂടിയായി നമ്മുടെ മക്കളെ നമുക്ക് നന്നാക്കിയെടുക്കാൻ സാധിക്കണമെങ്കിൽ എത്ര പ്രയാസപ്പെടേണ്ടി വരും. ആ പ്രയാസത്തിൽ നിന്ന് ഒരു മോചനം, ഒരു മനസ്സമാധാനവും നിങ്ങളൊക്കെ മനസ്സിന് നൽകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ആയത്ത് ഓതിക്കൊണ്ട് ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അൽ കഹ്ഫ് സൂറത്തിലെ അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ഈ ആയത്തിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. നിങ്ങളെ മക്കൾ ഞങ്ങൾക്ക് ബാഖിയാത്തു സ്വാലിഹാത്തായി കാണിച്ചു തരണേ അല്ലാഹ്. നിങ്ങളെ ഭാര്യമാർ നിങ്ങൾക്ക് ബാഖിയാത്തു സ്വാലിഹാത്താക്കണം. ഈ ആയത്തിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇബാദത്തിന്റെ രുചി നൽകണേ അല്ലാഹ്. ഞങ്ങളെ വീട് നീ സ്വർഗ്ഗതോപ്പാക്കണേ അല്ലാഹ്, ഐശ്വര്യമുള്ള വീടാക്കണേ അല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ദിക്റിലേക്ക് കടക്കുകയാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ എടവണ്ണയിലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അത്താണിയും കേന്ദ്രവുമായി നിൽക്കുന്ന ആ പള്ളി അത് നമുക്ക് മാന്യമായി ദർസോട് കൂടെ അത് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് ആവശ്യമായത് ചെയ്യാൻ നിങ്ങളെല്ലാവരും ഒരു നല്ല സഹായം നിങ്ങൾ തരണം. ഞാനിങ്ങനെ ഓരോരുത്തരും നിർത്തിയിട്ട് ഈ എത്രയും മറ്റേ എത്രയും ചോദിക്കുന്ന പതിവില്ലാത്തത് കൊണ്ട് 100 തരാൻ പറ്റിയവരൊക്കെ ആദ്യം തന്നാലേ ഒരു സന്തോഷമാണ്. ഇനി എത്രയും ഞാൻ ചോദിക്കണം. ഒരാൾ ഉദ്ഘാടനം ചെയ്താൽ മതി. അൽഹംദുലില്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ബിദ്അത്തിന്റെ നാട്ടിൽ സുന്നത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു നമ്മളെ മക്കളെ സുന്നത്ത് ജമാഅത്തിൽ നിലനിർത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു ചെറുപ്പക്കാരൻ മുന്നോട്ട് വന്നു. അല്ലാഹുവിനെ ഖൈർ കൊടുക്കണം റഹ്മാനെ. ഇങ്ങനെ ആരാണ് ഒരു 100 രൂപ തരാൻ പറ്റുമല്ലോരു ഒന്നിങ്ങനെ വിഷമിക്കാതെ ഒരു പ്രയാസപ്പെട്ട് പൂജമാർസ്ഥത അങ്ങനെ ഒരു പിരിവെടുക്കരുണ്ടല്ലോ. പിന്നെ എന്തേ? അത് അവിടുത്തെ വിഷയം അത്ര ഗൗരവമായതുകൊണ്ടാണ്. അവിടെ ഒരു മഹല്ലത്തിൽ പറയാൻ അൽഹംദുലില്ലാഹ്, 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 അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്, നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഇതിന്റെ ഫലമായി ഞങ്ങളെ മക്കൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ. പഴയ ആൾക്കാരുടെ കൂട്ടത്തിൽ ഇപ്പൊ മുമ്പ് നാട്ടിലൊക്കെ പോയി പിന്നെ വന്നില്ലേ, അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലാഹു റാഹത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, കുടുംബ ജീവിതത്തിൽ അല്ലാഹു ഐശ്വര്യം തരുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ. ശാരീരിക മാനസിക പ്രയാസങ്ങൾ നീ തീർക്കണം.